ഹായ് ഓൾ മക്കളെ, നമ്മുടെ നീറ്റിൻ്റെ റീടെസ്റ്റ് ഡേറ്റ് ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ജൂൺ 21 ഞായറാഴ്ചയാണ് എക്സാം. അപ്പോൾ നമുക്ക് ആവശ്യത്തിലേറെ സമയമുണ്ട്. അപ്പോൾ ഇന്നു മുതൽ കണക്ക് കൂട്ടിയാൽ ഇന്നിപ്പോൾ മെയ് 15, നമുക്ക് ഏകദേശം 35 ദിവസത്തോളം കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു സബ്ജക്റ്റിന് 10 ദിവസം വീതം എടുത്താലും ഫിസിക്സ് 10, കെമിസ്ട്രി 10, ബയോളജി 10 ദിവസം എടുത്താലും വീണ്ടും 5 ദിവസമുണ്ട്. വീണ്ടും ഒരിക്കൽ കൂടെ ഒന്ന് റിവൈസ് ചെയ്യാനായിട്ട്. അപ്പം നമുക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്. ആ സമയം നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താം. ഇപ്പോൾ കഴിഞ്ഞ എക്സാം കഴിഞ്ഞപ്പോൾ പലർക്കും തോന്നിയിട്ടുണ്ടാവും പല സബ്ജക്റ്റുകളൊന്ന് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്. ഇപ്പോൾ മീൻസ് ഫിസിക്സ് കുറച്ചുകൂടെ ഒന്ന് ബെറ്റർ ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ കെമിസ്ട്രി കുറച്ചുകൂടെ എഴുതാമായിരുന്നു എന്നൊക്കെ തോന്നിയവർക്ക് നല്ലൊരു അവസരമാണ്. ഒന്നും നെഗറ്റീവായിട്ട് ചിന്തിക്കുക വേണ്ട, കാരണം ഇത് നമുക്ക് സ്കോർ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് തന്ന വലിയൊരു അവസരമായിട്ട് ഇതിനെ കാണുക. അപ്പോൾ ഇനിയുള്ള ടൈം നല്ല രീതിയിൽ ഏറ്റവും മിടുക്കരായിട്ട് പഠിച്ച് ചാപ്റ്റേഴ്സൊക്കെ നന്നായി നോക്കുക, പ്രോബ്ലംസൊക്കെ ചെയ്ത് പഠിക്കുക, തിയറി വായിക്കുക. അതുപോലെ തന്നെ കഴിഞ്ഞ എക്സാമിൻ്റെ ക്വസ്റ്റ്യനൊക്കെ ഒന്ന് നോക്കിയിട്ട് ഏതെങ്കിലും ടോപ്പിക്ക് നമ്മൾ പഠിക്കാതെ അന്ന് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചുകൂടെ പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ട ടോപ്പിക്സ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നോക്കി നന്നായി ഒന്നുകൂടെ പ്രിപ്പയർ ചെയ്യുക. ഏറ്റവും നല്ല റിസൾട്ട് വരുന്ന എക്സാമിൽ നേടാം. അതുപോലെ ക്വസ്റ്റ്യനെ കുറിച്ച് ഓർത്ത് നിങ്ങൾ ടെൻഷനുണ്ട്. ഇപ്പോൾ പുതിയ ഓൾറെഡി കഴിഞ്ഞ നീറ്റിന് വേണ്ടി തയ്യാറാക്കിയ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ആയിരിക്കാം നിങ്ങൾക്ക് ഈ എക്സാമിന് ഇടുന്നത്. അതുകൊണ്ട് അത് ഭയങ്കര ടഫോ ഭയങ്കര സിമ്പിളോ അല്ലെങ്കിൽ എങ്ങനെയാണ്, അങ്ങനെയൊന്നും നിങ്ങൾ ആലോചിക്കേണ്ട. നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്യുക, നിങ്ങൾക്ക് ഏറ്റവും നല്ല റിസൾട്ട് ലഭിക്കും. അതിലൂടെ ഏറ്റവും ഉയർന്ന റാങ്ക് ലഭിക്കുകയും നല്ലൊരു കോഴ്സിന് ഈ വർഷം പോകാനും സാധിക്കും. ഓക്കെ, അപ്പോൾ 100% കോൺഫിഡൻസോടുകൂടി ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. ഓൾ ദ ബെസ്റ്റ് മക്കളെ. താങ്ക് യു.